Hey, hello, welcome to Helmet Tales. And welcome to our another episode. ഈ എപ്പിസോഡിന്റെ പേരൊക്കെ പക്ഷേ നമ്മൾ ഈ എപ്പിസോഡിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് MotoGP ഈ എപ്പിസോഡ് പ്രത്യേകത ഒന്നും ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് റേസ് ഒന്നും ഇല്ല. നമ്മളെ പറക്കണ്ടെന്നൊക്കെ വിചാരിച്ച് ഞങ്ങള് വന്നതാണ് ഒരു എപ്പിസോഡ് ഇറക്കിയതാണ്. അതെ. പിന്നെ നമ്മുടെ ഫാൻസിന്റെ നിരന്തരമായ എന്റെ ഫാനാണല്ലോ നീ, എന്റെ ഫാനാണല്ലോ. നമ്മൾ ആക്ച്വലി 2027 ഭയങ്കര റൂൾ ചേഞ്ച് ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്തൊക്കെയാണ് MotoGPയിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന റൂൾ ചേഞ്ച്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട, എന്തൊക്കെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സംഭവങ്ങളായിരിക്കും നടക്കുന്നത്, ഇനി ആര് മേളി വരും, ആര് താഴ്പ്പോ, ഏതൊക്കെ റൈഡേഴ്സ് ആയിരിക്കും ഇപ്പൊ ഓൾറെഡി ടെൻഷൻ അടിക്കുന്നത്. ടെൻഷൻ അടിക്കുന്നതാണ് എനിക്കറിയാം. ടെൻഷൻ അടിക്കുന്നതാണ്. അവിടെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാ പറയേണ്ടത്. അപ്പൊ 27 നമ്മൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ചേഞ്ച് റൈഡ് ഹൈറ്റ് ഇല്ല. റൈഡ് ഹൈറ്റ് ഒന്നും അല്ല. എയറോ അല്ല. ടയർ അല്ല. അല്ല. എടാ എഞ്ചിൻ 1850 cc പോകും. അതെ, എഞ്ചിൻ സൈസ് കുറയും. എഞ്ചിൻ സൈസ് കുറയുമ്പോ എന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംശയം, എഞ്ചിൻ സൈസ് എന്തായാലും കുറയും, ടോപ്പ് സ്പീഡ് എന്തായാലും കുറയുമായിരിക്കും. അപ്പൊ ഇനിയിപ്പം ലാപ്പ് റെക്കോർഡൊക്കെ ഇനി മിക്കവാറും 2026 ആയിരിക്കും ലാപ്പ് റെക്കോർഡ്. പക്ഷെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഇപ്പം 2026 വേണ്ടി ഇനി അവര് പൈസ മുടക്കി ഒരു വർഷത്തേക്ക് വേണ്ടി കൂടി ഇത് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത് നമ്മൾ നോക്കിയറിയണം. അത് യമഹ ചെയ്യും. നിരന്തരം ചെയ്തോണ്ടിരിക്കുക. അതെ, ഇപ്പൊ 850cc പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസൺ ക്യാഷ് കുറയ്ക്കാനാണ്. കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കുറയ്ക്കാൻ ഉള്ള ഒരു സംഭവം ഉണ്ട് അതിന്റെ അകത്ത്. ടോപ്പ് സ്പീഡ് ഒബിയസ്ലി നമ്മളിപ്പം കാണുന്ന നമ്പേഴ്സ് ഒന്നും കാണില്ല. 27 കാണില്ല. ഇനിയിപ്പം കാലക്രമേണ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് മീൻസ് ഈ റൂൾസ് ഒക്കെ എന്തായാലും പറയാൻ പറ്റില്ല. ഇതിലിപ്പം എഞ്ചിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ തന്നെ അവര് വെയിറ്റ് ക്യാപ്പ് ചെയ്തു. ശരിയാ, 153 kgs ആയിരിക്കും ബൈക്സിന്റെ വെയിറ്റ്. പവർ ഈസ് ടു വെയിറ്റ് റേഷ്യോ വരുമ്പോ ചിലപ്പോ ഉണ്ടാവും. പക്ഷെ എന്നാലും അവര് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ലാപ്പ് റെക്കോർഡ്സ് ഒക്കെ ഇല്ലേ, അതിനെക്കാട്ടിലും 1 സെക്കൻഡ് താഴെ ആയിരിക്കും വരുന്നതെന്നാണ്. അപ്പൊ എന്ത് ചെയ്യൂടാ ഇനി? അല്ല ശരിയാ, എനിക്കറിയില്ല. അപ്പം അടുത്ത വർഷം നല്ല മത്സരിച്ചായിരിക്കും. ഇല്ല, ഡുക്കാറ്റി ഓൾറെഡി അവര് ഈ GP24 GP25 തമ്മില് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നതല്ല, കാരണം ബൈക്ക് മാറില്ല, എന്നാ പിന്നെ റൈഡറെ പറ്റും മാർക്കിനെ വിളി. കാരണം ഈ വണ്ടി കൊണ്ട് ഇനി വലിയ കാരണം GP24 ഒരു കിടിലൻ ബൈക്കായിരുന്നു അവരുടെ ടെസ്റ്റിംഗിന്റെ ഇത്. അതാരും ഓടിച്ചാലും പൊളിക്കും. എനിക്ക് ഏറ്റവും ഇതില് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത് ഒന്ന് റൈഡർ എയ്ഡ് ഡിവൈസ്. റൈഡർ എയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, റൈഡേഴ്സിനെ ഹിൻഡർ ചെയ്യുന്ന ഡിവൈസസ്. അതെ, ആ സംഭവങ്ങളെല്ലാം എടുത്ത് എയറോ പോവും, റൈഡ് ഹൈഡ് ഡിവൈസസ് അതും ടെക്നിക്കലി ടോപ്പ് സ്പീഡിനെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം സാധനമുണ്ട്. ഈ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെയിറ്റ് കോർണർ കഴിഞ്ഞ് സ്ട്രെയിറ്റ് വരുമ്പോഴത്തേക്ക് ഒരു റൈഡ് ഹൈഡ് ഡിവൈസ് പ്രസ് ചെയ്യും. അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഇങ്ങനെ പതിങ്ങി ഇങ്ങനെ പോകും. അപ്പം ഈ ഫുൾ പവർ ഇതേക്കണ്ടോ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഫുൾ പവർ ബാക്ക് ടയറിൽ വരും. പിന്നെ ഇതിന്റെ ഈ വീൽ ബേസ് വ്യത്യാസം വരും. വീൽ ബേസ് ആക്ച്വലി കൂടും. അപ്പോഴത്തേക്കും ബൈക്ക് ഇച്ചിരി കൂടെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കൂടും. അപ്പം ഈ സ്പീഡിൽ പോകുമ്പോൾ ഒരു വേറെ നിൽക്കും. എന്നിട്ട് ഈ ഒരു ഇതിൽ ഇങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഭയങ്കര ടോപ്പ് സ്പീഡ്. അതുകൊണ്ടാണ് ഈ വർഷം സിൽവർ സ്റ്റോണില് ഫാബിയോക്ക് പറ്റിയ ആ ഒരു കോർണർ കഴിഞ്ഞ് റിലീസ് ആയില്ല. അപ്പൊ പിന്നെ പുള്ളി ഇത് പോയി. റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാർഡ് ബ്രേക്ക് ചെയ്താലേ റിലീസ് ആവത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി അത് ചില സമയത്ത് ആവത്തില്ല. ഇവിടെ
അപ്പം എയറോഡൈനാമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഫെയറിംഗിന്റെ ഒക്കെ സൈസിൽ വ്യത്യാസമുണ്ട്. ഫ്രണ്ടിലെ വിങ് ഇല്ലേ, മറ്റേ മീശ പോലത്തെ സാധനം, അത് ചെറുതാവും അല്ലേ. ഇതിപ്പോ മറ്റേ ഡബിൾ മുണ്ട് അവസ്ഥയെ ഇതിന്റെ പാഡൊക്കെ തിരിച്ച് ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ള അവസ്ഥ. എങ്ങനെയായിരുന്നു ഇതിപ്പോ ഇതിന് റൈഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്, പക്ഷേ ഇത് ഒരു സ്റ്റാൻഡേർഡ് അറിയാത്ത അവസ്ഥയിൽ പോയി. ഇതിന് എന്തെങ്കിലും പോയ അതെ, നീ നിന്റെ അകത്തേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ ഡയറക്ടർ സാർ? എന്തോ കിട്ടി കുട്ടിയുടെ പേര് മല. അപ്പം ഒരു സാധനം ഉണ്ട്. അതെ. അപ്പം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എഞ്ചിൻ സൈസ് വൺ ഓഫ് ദ മെയിൻ. പിന്നെ എയറോ റെസ്ട്രിക്ഷൻസ് അതേപോലെ തന്നെ ഈ അവര് ഹോമോലൊഗേഷനില് വരുന്ന ഒരു സംഭവമാണ് റെയർ ടെയിൽ. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ബൈക്സിൽ ബാക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ സ്പോയിലർ പല ടൈപ്പ് സ്പോയിലർ. അത് നമ്മൾ ഓരോ റേസിലും പല. അപ്പം ഇത് ക്യാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടെയിൽ ഓൾസോ അവര് മാറ്റാൻ സമ്മതിക്കത്തില്ല റേസിന്റെ ഇടയിൽ. മിഡ് സീസൺ അപ്ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ കൺഫേം ചെയ്യാം. മിഡ് സീസണിൽ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത എന്റെ ഏറ്റവും ഫേവറേറ്റ് സാരം, എല്ലാ റൈഡേഴ്സും ഡേറ്റ ടീം ഷെയർ ചെയ്യണം. പക്ഷെ മാർക്കസിന് അവിടെ അഡ്വാൻറ്റേജ് കേട്ടോ, എല്ലാരും ആർക്കും മനസ്സിലാവില്ല. അല്ലല്ല, ഡേറ്റ ആണെങ്കിൽ തന്നെ എല്ലാരും പേടിപ്പിക്കാം. മാർക്കസിന്റെ ഡേറ്റ ഈ പണ്ട് വരെ ആൾക്കാർ പറയുമായിരുന്നല്ലോ, ലൈക്ക് മാർക്കസിന് ഇതില്ല, മീൻസ് ഇറ്റ്സ് നോട്ട് സ്പെഷ്യൽ റൈഡർ എന്നൊക്കെ എല്ലാം പറയായിരുന്നല്ലോ. വൺസ് ഡുക്കാറ്റിലോട്ട് വന്ന ഡേറ്റ കണ്ടു തുടങ്ങിയപ്പം പെക്കോ മാറ്റി. എല്ലാവർക്കും അറിയാമല്ലോ പെക്കോ സാധാരണ ചെയ്ത ഓർക്കെ മാർട്ടിന്റെ ഡേറ്റ സ്പ്രിന്റ് നോക്കിയിട്ട് അടുത്ത ദിവസം വന്നിട്ട് അതിന് കൗണ്ടർ ചെയ്തിട്ട് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കസിന്റെ ഡേറ്റ കണ്ടിട്ട് അതുപോലെ റെപ്ലിക്കേറ്റ് നോക്കിയാൽ ക്രാഷ് ആവും എന്നാണ് പറയുന്നത്. പുള്ളി ധ്യാനം കൂടാൻ പോയെന്നാ കേട്ടോ. പെക്കോ ധ്യാനം, മാർട്ടിൻ ചാത്തൻ സേവ പൊരിഞ്ഞ എക്സസൈസ് കേട്ടോ. ഞാൻ ഫാബിയോ കൊടുക്കുന്ന എക്സസൈസ് ഇന്ന് ട്രെയിനുണ്ട്. മാർട്ടിൻ എക്സസൈസ് മാത്രമേ ഉള്ളി, ഏതോ കടലിലൊക്കെ പോയി കിടക്കുവാ ഗേൾഫ്രണ്ട് ആയിട്ട്. വണ്ടിയുടെ വിഷയത്തിൽ നിന്ന് മാറുന്നു, വല്ലാതെ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. ഡേറ്റ ഷെയറിംഗ് ഉണ്ട്, ടെലിമെട്രി ഡേറ്റയും എല്ലാം. ആക്ച്വലി അതിനെതിരെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടാവും, കാരണം അത് ഉണ്ടെന്ന് തോന്നുന്നു. ടോപ്പിൽ നിൽക്കുന്ന ടീമുകളായിരിക്കും പറഞ്ഞത്. മാർക്കസ് ഡേറ്റ ഷെയർ ചെയ്യാം, മാർക്കസ് ചെയ്തു എല്ലാവരും ഡേറ്റ എനിക്ക് തരും. പെക്കോ ഇത് പറ്റില്ല, എല്ലാവർക്കും എന്റെ ഡേറ്റ ആണോ? ഞാൻ എന്റെ ഡേറ്റ ആർക്കും കൊടുക്കില്ല, എല്ലാവരുടെ ഡേറ്റ എനിക്ക് തന്നോ. എല്ലാം എനിക്ക് മാത്രം, ഞാൻ സെൽഫിഷ് ആണ്. അപ്പം അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ ടയർ ചേഞ്ച്, ടയർ അവിടെയാണ് വേറൊരു സംഭവം നടക്കുന്നത്. അവിടെയാണ് യമഹ വളരെ ബുദ്ധിപൂർവം മറ്റേ ഗെയിം കളിച്ച് അതൊരു സംഭവമുണ്ട്. WSBക്ക് പിറലിയാണ് ടയർ സപ്ലൈ ചെയ്യുന്നത്, ഈ മോട്ടോ ജിപ്പിലും മിഷലിനും. അപ്പം ഇനി അത് നേരെ സ്വാപ്പ് ആവുക WSBക്ക് അവിടെയാണ് ടോപ്പ് റാക്ക് വരുന്നത്. ഇവർക്ക് ആർക്കും പെർലിയായിട്ട് ഒരു ബന്ധവുമില്ല മോട്ടോ ജിപ്പിലെ റൈഡേഴ്സിന്. പക്ഷെ ടോപ്പ് റാക്കിന് പെർലിയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതെ, ഈ ടയറിന് നമ്മൾ വിചാരിക്കും വൺ ടയറിൽ നിന്ന് മറ്റൊരു ബ്രാൻഡ് വെച്ചാൽ എന്താ വ്യത്യാസം. മോട്ടോ 2-വീലൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്നത്. ഈ ഇടക്കിടക്ക് ഈ സ്ക്രോൾ ചെയ്ത് ഞാൻ എന്തൊക്കെ പറയാത്തെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനിത് കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചു. അതല്ല, അപ്പം മോട്ടോ 2-വിൽ കറന്റ് യൂസ് ചെയ്യുന്ന പെർലിയാന്ന് തോന്നുന്നു. പെർലി ടയേഴ്സാ. മോട്ടോ GP മാത്രമേ ഉള്ളൂ മിഷലിൻ യൂസ് ചെയ്യുന്നത്. മിഷലിൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും മെച്ചിലർ എന്നാണ്, അറിയില്ല. മെച്ചില അങ്ങനെ അപ്പം മിഷലിൻ. അപ്പം ആ ഒരു ചേഞ്ച് കാരണം പെർഫോമൻസ് പോയ റൈഡേഴ്സ് ഉണ്ട്, ലൈക്ക് ടോപ്പിൽ നിന്നിട്ട് താഴോട്ട് പോകുന്നത്. അത് നമ്മള് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മള് ചിലവര് ഇവിടെ പെർലി പ്രിഫർ ചെയ്യും, ചിലവര് ബ്രിഡ്സ്റ്റോൺ പ്രിഫർ ചെയ്യും, ചിലവര് വന്നിട്ട് മിഷനാണെന്ന് പറയും. ഇവൻ പെർലി യൂസ് ചെയ്യുന്നവര് പറയും ലോകത്ത് ഏറ്റവും വലിയ പെർലിയാണ്. ബ്രിഡ്സ്റ്റോൺ ആണെങ്കിൽ
പറയും ബ്രിസ്റ്റോൺ ആണ് നല്ലത്, കാരണം അത് ലൈക്ക് നല്ല ഗ്രിപ്പാണ്, പിന്നെ നമ്മള് സ്ലിപ്പ് ആവുന്നതിന് വാർണിംഗ് തരും. പിർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇടുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് മോട്ടോ ജി പി ടയറിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മള് നോർമൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സ്ലിപ്പ് ടയർസിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിർലി യൂസ് ചെയ്തിട്ടില്ല. വെരി എക്സ്പെൻസീവ് യു ഡു. ബ്രിസ്റ്റോൺ പിർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പ് തരുന്നവരെ ഫുൾ ഗ്രിപ്പ് ആയിരിക്കും. ഗ്രിപ്പ് പോയി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ പോകും. മറ്റേ അവസ്ഥ സ്വിച്ച് ഇട്ടാ ലൈറ്റ് ലൈറ്റ് ഇട്ടാ സ്വിച്ച് കത്തില്ല, ആ അവസ്ഥയാണ് പിർലി. അപ്പം ഈ ടയർ അഡാപ്റ്റേഷൻ ഭയങ്കര സംഭവം. കാരണം നമ്മൾ വിചാരിക്കും ടയർ മാറും, പക്ഷെ ഓരോ റൈഡേഴ്സിനും ഫീഡ്ബാക്കിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് ചിലവർക്ക് ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടോപ്പ് റാങ്കിന് മോട്ടോ ജി പിയിലോട്ട് വരുമ്പോഴത്തേക്കും പുള്ളി ഓൾറെഡി ടയറിന്റെ പാർട്ട് സെറ്റ് ആണ്, പുള്ളി ബൈക്ക് അഡാപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് സ്റ്റിൽ എ ബിഗ് തിങ്. പക്ഷെ 27-ലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് Everyone's trying to- കഴിഞ്ഞാൽ പുതിയ എനിക്ക് തോന്നുന്നത് യമഹ 1000 V4 ഇറക്കുന്നുണ്ട്, അതിന്റെ പാരലൽ 850 കൂടെ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. എമയുടെ കളി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ്. ഇല്ല അതിന് നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട്. ആക്ച്വലി പ്രോബിലിറ്റി അല്ല, അത് ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവരിപ്പം ഈ ഒരു 1000 V4 ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 850. അപ്പൊ 1000 ഉണ്ടാക്കി അതിന്റെ റിലയബിലിറ്റി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇനി 2 സെക്കൻഡ് കുറവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന V4 സത്യത്തിൽ 850 ആണല്ലോ. ശരിയാണല്ലോ. കവറൊക്കെ കേട്ടിട്ട് പറഞ്ഞു V4 അവര് പറഞ്ഞില്ലല്ലോ 1000 ആണോ 850 ആണോ. അതാ മില്ലറേട്ട പറഞ്ഞിട്ടുണ്ടാവും, പുള്ളിക്കെല്ലാം നമ്മൾ നോക്കുമ്പോ ഈ റൈഡർ സെൻസിറ്റിവിറ്റിനെ കുറിച്ച് അതുകൊണ്ടാ ഈ മില്ലർ മോട്ടോ ജി പി വേണം അല്ലെങ്കിൽ എമയ്ക്ക് വേണം എന്ന് ഞാൻ പറയുന്നത്. കാരണം പുള്ളി കൊറേ പേരെടുത്ത് പോയി ബൈക്ക് ഓടിച്ചിട്ട് ഡെക്കാറ്റിയിലുണ്ടായിരുന്നു, യമഹയിലുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇതെല്ലാം ഓടിച്ച് നല്ല പരിചയം. പിന്നെ പുള്ളി ഈ എല്ലാ ബൈക്സും അടിപൊളിയായിട്ട് ഓടി. ഇപ്പൊ തന്നെ യമഹയുടെ സെക്കൻഡ് ബെസ്റ്റ് റൈഡർ മില്ലറാണ്. ആക്ച്വലി ചെറിയൊരു കൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ടെന്നുള്ളൂ. പക്ഷെ പൊതുവെ ബാക്കി എല്ലാരും വെച്ച് നോക്കുമ്പോ പുള്ളി അതില് അലക്സ് റിൻസ് ഒക്കെ വേറെ ലീഗിലാണ് ഓടിക്കും, താഴെ ലീഗല്ലേ ലോ ലെവൽ വേറെ റേസ്. നമ്മൾ ഈ മറ്റേ ചില ഇതിനകത്ത് കാണത്തില്ല മൾട്ടിപ്പിൾ ക്ലാസ്സസ് അതുപോലെ അലക്സ് റിൻസിന്റെ കാര്യം കുറെ എല്ലാരും പോയി കഴിഞ്ഞിട്ട് ചെക്കർ ഫ്ലാഗ് കഴിഞ്ഞിട്ട് എല്ലാരും പൊളിറ്റിക്കും അലക്സ് റിൻസ് പോകുന്നു ലാസ്റ്റ് ലാപ്പ്. പോടാ അത്ര സ്ലോ തന്നെ, ഒരു 20 സെക്കൻഡ് ബാക്കിലാക്കും, അത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യണേ ഒരാളുണ്ട്. അപ്പൊ അതാ ശരി. അലക്സ് റിൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, യഥാർത്ഥ ചെക്കർ ഫ്ലാഗ് കാണിക്കത്തില്ലേ, പിന്നെ പുള്ളി ഒന്നുകൂടെ വരുമല്ലോ. പുള്ളിക്ക് വേണ്ടി മാത്രം വേറെ എക്സ്ട്രാ ഒരു ഫ്ലാഗ് ഉണ്ട്. പിന്നെ വേറെ പ്രശ്നമുണ്ട്, മിഗേൽ ഒലിവേറിന് ചെക്കർ ഫ്ലാഗ് ഒന്നും കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. 10-15 റേസായി പുള്ളി എല്ലാ റേസും കാണുന്നത് TV വന്നിരിക്കും എന്നിട്ട് കാണും. എന്റെ പ്രശ്നം എന്താ പറയാ, ഇനിയിപ്പോ അടിയൊക്കെ ഇന്റർനാഷണൽ ലെവലിന് വരും. ചില ദിവസങ്ങളിൽ ഹോണ്ട ചോദിക്കുന്നു വെറുതെ ഇരുന്ന് കഴിഞ്ഞാ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ പോയി തോറ്റിട്ട് വന്നാൽ പോലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ ചെലവങ്ങ് ഒഴിവാക്കാൻ വരുന്നേ, ഡേറ്റയും കിട്ടുന്നില്ല, വണ്ടിയും തൊലയ്ക്കും. പക്ഷെ അത് മിറിന്റെ പ്രശ്നം അല്ല, മിറിന് കിടില റൈഡറാണ്, ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൈഡറാണ്. മാർക്കസിന് എന്ത് പറ്റിയിരുന്നേ അത് തന്നെയാണ് മിറിന് പറ്റുന്നത് ഇപ്പൊ. പക്ഷെ ആരുടെയോ ഭാഗ്യത്തിന് മിർ എല്ലാ മാർക്കസിന്റെ അത്ര പ്രശ്നത്തിലോട്ടൊന്നും പോയിട്ടില്ല, ലൈക് ഫിസിക്കൽ. കാരണം അതിനൊരു അവസരം മിർ കൊടുത്തിട്ടില്ല. അതിന് മുന്നേ പുള്ളി വീഴും, പുഷ് ചെയ്ത് തുടങ്ങണ്ടേ, എന്നാലല്ലേ വലിയ ആക്സിഡന്റ്. പുള്ളി നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും, പക്ഷെ എന്താ പ്രശ്നം അറിയാ, അത്രയും പുഷ് ഹോണ്ട സമ്മതിക്കുന്നില്ല. ഇത്ര ഒന്നും എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല, ഞാൻ വീഴാൻ പോവാ. പക്ഷെ താർക്കോ നന്നായിട്ട് ഓടിക്കുന്നില്ല, ഉണ്ട് അയാൾ ക്രാഷ് ആവുന്നില്ല എന്നല്ല. അതുകൊണ്ട് മിറിനെ കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് എനിക്ക് ചെയ്യണം. എല്ലാരും മാർക്കസിനെ കുറിച്ചും അയാളെ കഥകളൊക്കെ പറയത്തില്ലേ, ഫോളൻ ഹീറോ, പിന്നീട് അതിന്റെ മിറർ അതിനായിട്ട് വെയിറ്റ് ചെയ്യും, പക്ഷെ പൊങ്ങി വരുന്നില്ല. ബിഫോർ സ്റ്റോറി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടെ പാവം അയാൾ ശരിയാ, ഇനിയിപ്പം വരും. ഫാബിയോക്ക് ആശ്വാസം മിറിനെ കാണുമ്പോഴാ, അറ്റ്ലീസ്റ്റ്
വിഴുന്നില്ലല്ലോ. ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ. ഫിനിഷെങ്കിലും ചെയ്യുന്നുണ്ട്. നമ്മള് മിറിന്റെ ജീവചരിത്രത്തിലേക്ക് കേറും. പിന്നെ വേറെ അടുത്ത ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ. ഫുൾ ഇനിയിപ്പോ ഫോസിൽ ഫ്യൂൽ ഇല്ലല്ലേ? സസ്റ്റൈനബിലിറ്റി കണക്കിലെടുത്ത് അവര് വേറെ ഫ്യൂവലിലോട്ട് പോവാണ്. ബയോ ഫ്യൂൽ എന്തോ C14 ഐസോടോപ്പ് വേണം. അത് അപ്പാരന്റ്ലി കെമിസ്ട്രി ഞാൻ വളരെ വീക്കായിരുന്നു, തോറ്റുപോയതാണ് കെമിസ്ട്രിയിൽ. ഞാനും ഡയറക്ടറും തോറ്റു. ഡയറക്ടറിന് 1 മാർക്ക്, ഞാനും 1/2 മാർക്ക്. എന്നിട്ട് മാർക്ക് കൊടുത്തിട്ട് ഡയറക്ടർ പറഞ്ഞു, ഡയറക്ടർ നിങ്ങക്ക് പറയണ്ടേ തോറ്റാര്യം പറയണ്ടേ, 1/2 മാർക്ക്. പിന്നെ വേറെ സംഭവം ഉണ്ട്, ഫ്യൂൽ ടാങ്ക് ചെറുതായി 20 ലിറ്റേഴ്സ് ആയി. ഇപ്പൊ 22 ലിറ്റേഴ്സ് ആണ്. പിന്നെ സ്പ്രിന്റിന് സെപ്പറേറ്റ് ഫ്യൂൽ അലവൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ വേറെ അടുത്ത ചേഞ്ചസ് എന്താ? കൺസെഷൻസ്. ലൈക്ക് എല്ലാരും ക്ലീൻ സ്ലേറ്റിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ 27 എല്ലാവർക്കും എന്തോ ഒരു ക്ലാസിഫിക്കേഷൻ A B C D ഇപ്പൊ ഉള്ള. ഇപ്പം 4 ഉണ്ട്. ഇതില് A ഉള്ളത് ഡുക്കാറ്റി, ഒരു കൺസെഷനും ഇല്ല. ടോപ്പ് കാരണം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റന്റ് പോഡിയംസ് നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റാ മോട്ടോ ജി പി. സ്കൂളിലാണെങ്കിൽ മറ്റേ ഫസ്റ്റ് വരുന്ന കൊച്ചിനായിരിക്കും ഇച്ചിരി കൂടെ പ്രിഫറൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്നവര് കൂടെ പറഞ്ഞു കൊടുക്കുന്നു, ഫസ്റ്റ് വരുന്നവര് എന്നിട്ട് അതാണ് ഫസ്റ്റ് വരുന്നവരെ മറ്റേ കൂടുതൽ ടീച്ചർ ശ്രദ്ധിക്കുന്നു, ടീച്ചറ് ഇച്ചിരി കൂടെ ലീനിയന്റ് ആയിട്ട് പെരുമാറുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പൊ എങ്ങനെയാണെന്ന് തിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതേസമയം നമ്മളെ പോലെ ബാക്ക് ബെഞ്ചിലും മിഡിൽ ബെഞ്ചിലും ഒക്കെ ഇരിക്കുന്നവരടുത്ത് വലിയ കാര്യമില്ല. എന്നെ പണ്ടൊരു ടീച്ചറെ, ഞാൻ എഴുതുന്നത് തിരിഞ്ഞതൊന്നുമല്ല, എല്ലാരും എഴുതുന്നതിന്റെ ഓപ്പോസിറ്റിലാണ് ഞാൻ എഴുതുന്നത്. രീതിയിലാണ് ഞാൻ എഴുതുന്നത്. 4 ആണോ 5 ആണോ ഞാൻ എഴുതുന്നത്? 5. അപ്പൊ ഈ മറ്റേ പണ്ട് സ്കൂളിൽ ടീച്ചർമാർക്ക് ചെറിയ മറ്റേ ചില സാഡിസ്റ്റിക് അപ്രോച്ച് ഒക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാ ലൈക്ക് ഈ വലിയ കിടിലമായിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ പെർഫോം ചെയ്യാത്ത പിള്ളേരെയൊക്കെ ബോർഡിന്റെ ഫ്രണ്ടിൽ വിളിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് അതിൽ നിർവൃതി കൊള്ളുക. അതില് സൂര്യനെ പോലെ എഴുതി ചെയ്യാൻ പറ്റത്തില്ല. എങ്ങാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ കിളി പറക്കും. അപ്പം അങ്ങനെ അപ്പൊ ഇതേപോലെ വിളിച്ചിട്ട് എന്നോട് ചെയ്യാൻ പറയാം. എനിക്കിത് ചെയ്യാൻ അറിയാവോ? എനിക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നമുക്കിതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൂടെ മറ്റേ ഇങ്ങനെ ഇന്റഗ്രേഷൻ, അന്നൊക്കെ ഇന്റഗ്രേഷൻ ഒക്കെ മനസ്സിലാവും. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം സമയത്താണ് നിങ്ങൾ 5 തെറ്റിച്ചെഴുതിയത്. എടാ 5 തെറ്റിച്ചല്ലടാ എഴുതുന്നേ, ഞാനിങ്ങനെ താഴെയാണ് എഴുതുന്നത്. ഇങ്ങനെ ഇങ്ങനെയാണ് ബാക്കി സാധാ, പക്ഷെ ഞാൻ ഇങ്ങനെയാ എഴുതുന്നത്. അത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ക്ലാസ് നിന്നെ പോലെ നീ എല്ലാം തലതിരിച്ചാടോ എഴുതുന്നത്, അങ്ങനത്തെ എന്തോ ഭയങ്കര ആത്മനിർവൃതിയാണ്. പക്ഷെ മോട്ടോ ജി പി അങ്ങനെയല്ല. മോട്ടോ ജി പി നേരെ എൻറ്റയർലി ഡിഫറെന്റ്, വളരെ നല്ലൊരു നല്ലവന്മാര് എന്ന് വെച്ചാൽ കഴിവുള്ളവരൊരു കാര്യം. ഇവന്മാരെ കഴിവുണ്ടല്ലോ, ഇവൻ ആദ്യം ശ്രദ്ധിക്കുക, ഇവന്റെ പണിക്കൂടാം. ഇങ്ങോട്ട് മാറിയിരിക്കും, എന്റെ പിള്ളേര് പൊക്കി വേടാ ബാക്കി ഇരിക്കുന്ന അങ്ങനെ ആയിരിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ അറ്റൻഷൻ ഉള്ളൂ, ബാക്കിലിരിക്കുന്നവർക്ക് അറ്റൻഷൻ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. എനിവേസ്, അപ്പം അതാണ് സംഭവം. അപ്പം ഡുക്കാറ്റി ആണ് ഇപ്പം ഫസ്റ്റ്. പിന്നെ ബിയിൽ ആരുമില്ല. ബി ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഒന്നുമില്ല. അത് ക്വാളിഫൈ മീൻസ് ആ ഒരു സെക്ഷനിൽ വരാനായിട്ട് ആൾക്കാർ ക്വാളിഫൈ ആയിട്ടില്ല. മിനിമം മാർക്ക് വേണമെന്ന് പറയത്തില്ല, അതില്ല. അത് കഴിഞ്ഞിട്ട് മാർക്കസിന്റെ ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിംഗ് പോലെയാണ് ഇത്. എ കൊറേ കഴിഞ്ഞിട്ട് സി, അതിന്റെ താഴെ ഡി, അങ്ങനെ. അപ്പൊ സിയിലുള്ളത് KTM ഏപ്രിലും. ഇതിനെന്ത് സ്കോർ ഉണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ട് ഓർത്തു കഴിഞ്ഞാൽ 85ന്റെ മേളിൽ വേണം. അവരുടെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് 85% മേളിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എ ആണ്. ഡുക്കാറ്റി കറന്റ് 90 സംതിങ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡുക്കാറ്റിനെ ഇതറിയാലോ. പക്ഷെ ബിയിൽ ആരും ഇല്ല. സിയില് 60% എന്തോ വേണം. മാർക്കൊക്കെ പോലെ 60%. അപ്പൊ നമ്മുടെ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ്. അപ്പം ബി ആണ് ഫസ്റ്റ് ക്ലാസ്. അവിടെ ആരും ഇല്ല, അവിടെ ആരും ക്വാളിഫൈ ആയിട്ടില്ല. ഇല്ല. പിന്നെ സി നമ്മളെ പോലത്തെ
നോർമീസ് സെക്കൻഡ് ക്ലാസ്. അപ്പം അറിയണോ ഈ സെക്കൻഡ് ക്ലാസ് നോർമീസ് ആണോന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞൂടാ. നമ്മൾ അവിടെ ഒരു ഈ റൂമിലുള്ളവരുടെ ഒരു നിലവാരം വെച്ച് പറയുക. ആവറേജ് ആയിട്ട് വരുന്നതാണ് ഈ KTM അപ്രലി. പിന്നെ വരുന്നതാണ് ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവാത്ത ഇതിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുക്കാറ്റി ഒരു കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ടയേഴ്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീസണിൽ, ടെസ്റ്റിങ്ങിനകത്ത് പിന്നെ എത്ര ടെസ്റ്റ് നടത്താൻ പറ്റും, പിന്നെ പിന്നെന്തായിരുന്നു ഈവൻ പ്രൈവറ്റ് എത്ര നമ്പർ ഓഫ് പ്രൈവറ്റ് ടെസ്റ്റ്, പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് കൂടുതൽ. ഡുക്കാറ്റിക്ക് ഇതൊന്നും ആവശ്യമില്ല, കാരണം വൈൽഡ് കാർഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ടർ ചാമ്പ്യൻഷിപ്പിന് മറ്റേ ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥ. KTM-ന് ഏപ്രിലേക്കും 200 സംതിങ് 220 ടയേഴ്സ് 200+ ടയേഴ്സ് ഐ മൈറ്റ് ബി റോങ്, പക്ഷെ 220 ടയേഴ്സ് ഉണ്ട്, എക്സാക്ട് ആയിട്ട് ഓർമ്മയില്ല. പിന്നെ 3 വൈൽഡ് കാർഡ്സ് ഉണ്ട് ഏപ്രിലെ KTM-ന്. മറ്റേ പിന്നെ മിഡ് സീസണിൽ ഒരു എയർ അപ്ഡേറ്റോ അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. യമഹയ്ക്ക് 9 ടെസ്റ്റ് വൈൽഡ് കാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആണോ? 9 റൈഡേഴ്സ് പോലും ഇല്ല അവർക്ക്. ഞാനിപ്പോഴും ആലോചിച്ചിട്ടോ, ആരെ ഡുക്കാറ്റിക്ക് ഇപ്പം ടെസ്റ്റ് റൈഡർ ഇല്ല. അത് മറ്റേ കണ്ടിട്ടില്ലേ, ഈ വൈൽഡ് കാർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ ഇപ്പൊ. അതൊക്കെ ഇനി നമ്മൾ തപ്പി നോക്കേണ്ടി വരും. അത് ഒരു പൊസിഷനില്ലാത്തൊരു ഇതാണ്, അവർ പോലും ഒന്ന് ചിന്തിച്ചിട്ടില്ല. ഒരു മാസം അതേസമയം അവിടെ സൈഡിൽ ഒരു മാസം തട്ടി മുട്ടി പോകാൻ ഒരു 9 വൈൽഡ് കാർഡ് റൈഡേഴ്സ് എങ്കിലും വേണം. അടുത്ത് പറയാ പറയും വൈൽഡ് കാർഡോ ഒരു മാസം ഒരു 5-6 ഹീറോ പാർട്ടെങ്കിലും വേണം ടെസ്റ്റ് ചെയ്യാൻ. അതാണ് അഗുസ്റ്റ് കൊണ്ട് തെള്ളിയിട്ട് പൊട്ടി. അതെ അഗുസ്റ്റോ മറ്റേ ഇതല്ലേ, മറ്റേ ടക്കനാണ് നക്കഗാമി ഹോണ്ട രണ്ടുപേരും കോമ്പറ്റീഷൻ. അപ്പൊ അതാണ്. അപ്പം 27 അൺലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൈവറ്റ് ടെസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട്. ഏറ്റവും പിന്നെ എത്ര നമ്പർ ഓഫ് എയറോ അപ്ഡേറ്റ്സ് ഒരു സീസണിലുണ്ട്. അപ്പം ഇത് ഇപ്പോഴത്തെ കണ്ടീഷൻ, അതായത് മറ്റേ എക്സാമിന് പോകുമ്പോ ബിറ്റ് വെച്ച് എഴുതാന്നുള്ള ഒരു സെറ്റപ്പ്, ഓപ്പൺ ബുക്ക് സെറ്റപ്പ്. പക്ഷെ ഇത് എവിടെ നോക്കേണ്ടതെന്ന് അറിയണം, ബുക്കിൽ ഓപ്പൺ ബുക്ക് എഴുതാൻ. പക്ഷെ 2027 ആകുമ്പോഴത്തേക്കും എല്ലാരും ബീല ഫസ്റ്റ് ക്ലാസ് കൊടുത്തങ്ങ് ആദ്യമേ അങ്ങ് വിടുക. പിന്നെ ഹാഫ് ദ സീസൺ എന്തോ കഴിയുമ്പോഴാണ് അവര് ഡിസൈഡ് ചെയ്യുന്നത്, ലൈക്ക് ആരാണ് സമ്മർ ബ്രേക്ക് അങ്ങനെ എങ്ങാണ്ട് ആകുമ്പോഴത്തേക്കും അവര് കൺസെഷൻസ് നോക്കും. ഓക്കെ, ആരാണ് ടോപ്പിൽ വരുന്നത്. അപ്പോഴെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം വെളി വരണമെന്നാണ്. അതെ. പിന്നെ അതില് വരുന്നത് എയറോ അപ്ഡേറ്റ്, ഒരു അപ്ഡേറ്റോ 2 അപ്ഡേറ്റോ മിഡ് സീസൺ. ഇതൊക്കെയാണ് 27-ലെ കുറച്ച് ഗുഡീസ്. അതായത് വരുമ്പോ ഒരു സീസൺ തുടങ്ങുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തരും. പിന്നെ അതൊക്കെ വെച്ച് നിങ്ങൾ ഉരുട്ടി എങ്ങനെയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. ഇപ്രാവശ്യം പിന്നെ അടിക്കാനായിട്ട് ഫ്യൂവലും ഇല്ല, പെട്രോളിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. അപ്പം അവിടെ പോയിട്ട് പറയാം മേരെ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് പെട്രോൾ $2 കുറയും. അപ്പൊ ഇനിയിപ്പോ റെപ്സോൾ എന്നൊക്കെ എങ്ങനെ എഴുതുന്ന അതവര് ഓയിലാണല്ലോ, അത് അവർ ഓൾറെഡി പോയല്ലോ. ശരിയാണ്. ഇപ്പൊ കാസ്ട്രോൾ റെപ്സോൾ പോയി. കാസ്ട്രോൾ ആ ഒരു റെപ്സോളിന്റെ ഗ്രാഫിക്സ് മിസ് ചെയ്തു. നല്ല രസമായിരുന്നു. മിററിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, അതിലും വീണ് ഇതിലും വീണ്. എന്തായാലും കാണുവാണ് എനിക്ക് ചോദിക്കണം, ഏത് ബൈക്ക് വീഴുന്നായിരുന്നു, ഏത് കളറിൽ വീഴുന്നായിരുന്നു പുള്ളി? ഏതിലായിരുന്നു? റെപ്സോണിൽ വീണപ്പോഴത്തേക്ക് ആൾക്കാർ ഈ കണക്കിന് നീ പറയുവാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണുന്നില്ല വരുന്നുണ്ടെന്ന്. ഭാഗ്യം ഭാഷ മനസ്സിലാവത്തില്ല. ട്രാൻസ്ലേറ്റർ എടാ ഞാൻ തന്നെ പറയും മിററിന്റെ അടുത്ത് അത് ഇവിടെ കുറ്റം പറയും ഇരുത്തിയൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ഫാനിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. അപ്പം 2027 ഒരു ക്ലീൻ സ്ലൈറ്റ്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ മറന്നു നോക്കട്ടെ. 2027 ഒരു ക്ലീൻ സ്ലൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 2027 ഏറ്റവും അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് പണ്ട് സ്കൂളിൽ വരട്ടെ ഉള്ളിൽ സാധനങ്ങൾ വരട്ടെ. വിറ്റ് വെച്ച കഥയൊക്കെ വിറ്റ് വെച്ച് എഴുതുന്ന പിള്ളേരൊക്കെ ഇല്ലേ, അവരെ പോലെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഒഴിവ് സമയങ്ങളിൽ വിറ്റുണ്ടാക്കാനായിരുന്നു ജോലി. ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ പാഷൻ എന്താന്ന് ടീച്ചർ ചോദിച്ചാൽ പറഞ്ഞത് വിറ്റ് എഴുതാൻ. എത്രയും ചെറുതായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എന്റെ 5 തേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ടീച്ചറെ സ്ഥലങ്ങളിലൊക്കെ എഴുതാൻ ഇതാണ്. നമ്മളെല്ലാം കവർ ചെയ്തു. അപ്പം ഒരു സമ്മറി പറയുവാണെങ്കിൽ
ലൈക്ക് കോമ്പറ്റീഷൻ ഒന്ന് ഒരു സെയിം സ്റ്റേറ്റിലാക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ MotoGP ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡേറ്റ ഷെയറിംഗ് ആണെങ്കിലും പിന്നെ പുതിയ ടയർ മാനുഫാക്ചർ വരുന്നതും ഇപ്പം എല്ലാരും. പിന്നെ റൈഡർ ചേഞ്ചസിനെ പറ്റി ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ലൈക്ക് ടോപ്പ് റാങ്ക് വരുന്ന മാത്രമേ അറിയൂ. ബാക്കി ആൾക്കാർ കോൺട്രാക്ട് സൈൻ ചെയ്തെന്നോ Moto2 എന്നൊക്കെ ഇപ്പൊ പറയാൻ ചാൻസ് ഉണ്ട്. ബ്രസീലിൽ പയ്യന്റെ പേരെന്താ? ഡിയാഗോ മൊറേറ ആ. അങ്ങനെ തോന്നുന്നു. അങ്ങനെ അപ്പൊ അത്രയാണ് കാര്യങ്ങള്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഞെക്കി സെറ്റ് ആക്കുക. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും 27നെ കുറിച്ച് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം, താഴെ മെൻഷൻ ചെയ്യാം. യെസ്. പിന്നെ അടുത്ത ആഴ്ച എന്തായാലും MotoGP അടുത്ത ആഴ്ച എന്താ ഇതെന്താ ദിവസം 31. അടുത്ത ആഴ്ച നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്റെ മനസ്സിൽ 2-3 ടോപ്പിക്സ് ഉണ്ട്. ഇല്ല ആക്ച്വലി ഇഷ്ടംപോലെ സജഷൻസ് ആൾക്കാർ തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആണ്, വെരി സപ്പോർട്ടീവ് ആണ്. ബൈക്കേഴ്സ് ഓൾ ആർ ബൈക്കേഴ്സ്. അപ്പോ കുറെ സംഭവം സജഷൻ തന്നിട്ടുണ്ട്. ഇതിലൊരു നല്ല ടോപ്പിക് നമുക്ക് അറിയാം, പക്ഷെ അതിനുവേണ്ടി കുറച്ച് വർക്ക് ചെയ്യണം ഞങ്ങള് ലൈക്ക് ഞങ്ങളെ അല്ലാത്ത മറ്റേ ഈ ശരിക്കുള്ള ജോലിയിൽ ഇച്ചിരി ബിസി ആയി പോയോണ്ട് കുറച്ച്. അവിടെ മണ്ടനാ ഞാനല്ലേ ഞാനല്ലേ ശരി. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.